ഇപ്പോൾ HRDSന്റെ സ്ഥാപകനും അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയും കൂടിയായ അജി കൃഷ്ണൻ 24-നൊപ്പം ചേരുകയാണ്. അജി കൃഷ്ണൻ, ഈ അവാർഡ് സ്വീകരിക്കാമെന്ന ഉറപ്പ് ശശി തരൂരിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിനുശേഷമാണോ ഈ അവാർഡ് പ്രഖ്യാപനവും അവാർഡ് ദാന ചടങ്ങും ഒക്കെ ആയിട്ടുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയത് HRDS? അജി കൃഷ്ണൻ. തീർച്ചയായും അതെ. അജി കൃഷ്ണൻ, അദ്ദേഹം നേരത്തെ സവർക്കറെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അത് അദ്ദേഹം ജയ്പൂർ സാഹിത്യോത്സവത്തിൽ മാത്രമല്ല വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകത്തിലും ഈ സവർക്കറിൻ്റെ നിലപാടുകളെ അദ്ദേഹം വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളിൻ്റെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹം സ്വീകരിക്കുമെന്ന് HRDS ആദ്യം കരുതിയിരുന്നോ? അത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം, ഒന്ന്, അദ്ദേഹം 150 കോടി ആളുകൾ ജീവിക്കുന്ന രാജ്യമാണല്ലോ നമ്മുടേത്. അവിടെ ശശി തരൂരിനെ പോലെ പ്രഗത്ഭനായ ഒരാള് വേറെ ഉണ്ടോ? അദ്ദേഹം എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ UN അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മോദിജി നേരിട്ട് ചുമതലപ്പെടുത്തിയ ഡെലിഗേറ്റ്സിനെ ലീഡ് ചെയ്ത ഇദ്ദേഹമാണ്. അപ്പോൾ അന്ന് മറ്റു രാജ്യങ്ങളിൽ പോയി വളരെ നന്നായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയ ആളാണ്. അതൊക്കെ അദ്ദേഹത്തെ ഈ അവാർഡിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. അദ്ദേഹത്തെ നേരിട്ട് കണ്ടാണോ അതോ ടെലിഫോൺ മുഖേനയാണോ അദ്ദേഹത്തോട് ഈ അവാർഡിനെ കുറിച്ച് പറഞ്ഞത്? നമ്മളുടെ ഡൽഹിയിലെ HRDSന്റെ ഓഫീസ് ശശി തരൂരിന്റെ വീടിന്റെ വളരെ അടുത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ അവാർഡ് ജൂറിയുടെ ചെയർമാൻ രവികാന്ത് IAS ആണ്. അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിരുന്നു. നമ്മുടെ OSD ഉണ്ടായിരുന്നു, സജി കരുണാകരനും രവികാന്ത് സാറും കൂടെ നേരിട്ട് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ അവാർഡ് വാങ്ങുന്നവരുടെ ലിസ്റ്റ് ഒന്ന് വേണമെന്ന് പറഞ്ഞു. ആ ലിസ്റ്റ് കൊടുത്തതാണ്. അങ്ങനെ ഇതേവരെ വരികയില്ല എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് ഈ അവാർഡിനെ കുറിച്ച് അറിയുന്നത്. ഈ അവാർഡിന്റെ മറ്റു വിശദാംശങ്ങളൊന്നും അറിവില്ല, ആരാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചതെന്ന് അറിയില്ല എന്നൊക്കെയുള്ള കാര്യമാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. അതായത് ഇതെല്ലാം കത്ത് കൊടുത്താണ്, മെയിൽ ത്രൂ ആണ് കൊടുത്തത്. അതെല്ലാം അദ്ദേഹത്തിന് അറിയാവുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഇതെല്ലാം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവണം. ഞങ്ങൾ നേരിട്ട് കണ്ട് ഞങ്ങൾ വീണ്ടും ഈ കത്ത് കൊടുത്താണ്, അതെല്ലാം ചെയ്തതാണ്. വളരെ നന്ദി ശ്രീ അജി കൃഷ്ണൻ. ഇന്ന് ശശി തരൂരിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ സവർക്കർ അവാർഡ്, HRDSന്റെ പ്രഥമ സവർക്കർ അവാർഡ് സമ്മാനിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.